തൃശൂരിൽ കാഴ്ച പരിമിതിയുള്ള ലോട്ടറി കച്ചവടക്കാരനെ കബളിപ്പിച്ച് 60 ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തു. മംഗല സ്വദേശി കുഞ്ഞുമോനാണ് തട്ടിപ്പിനിരയായത്. ഒരു ടിക്കറ്റ് വാങ്ങിയ ശേഷം ബാക്കി പഴയ 59 ടിക്കറ്റുകൾ തിരികെ നൽകുകയാണ്. അശ്വിൻ പാലാഴി കൊച്ചിൻ ചെന്നു. അശ്വിൻ, ഈ പരിമിതികൾ അതിജീവിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്കിടയിലാണ് ഇത്തരത്തിൽ മനസാക്ഷിയില്ലാത്ത മോഷണം നടക്കുന്നത്. ആരാണ് ഈ ടിക്കറ്റുകൾ തട്ടിയെടുത്തുന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചന ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ? സുഹേൽ, കഴിഞ്ഞ ഏറെ നാളുകളായി ഏങ്കക്കാട് റെയിൽവേ സ്റ്റേഷൻ സമീപം ലോട്ടറി വിൽപ്പന നടത്തിയാണ് ഈ ഏങ്ങക്കാട് സ്വദേശിയായ കുഞ്ഞുവൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനോടകം 4 തവണയാണ് സമാന രീതിയിലുള്ള തട്ടിപ്പിന് കുഞ്ഞുവൻ ഇരയായത്. രണ്ട് കണ്ണിനും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ട ആളാണ്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ഇന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ തട്ടിപ്പുണ്ടായിരിക്കുന്നത്. ഇതിനു മുൻപ് ഈ പരിസരത്തെങ്കിലും ഇല്ലാത്തൊരു വ്യക്തിയാണെന്നാണ് ആളുകൾ പറയുന്നത്. ഇയാൾ ഇവിടെ എത്തുകയും കുഞ്ഞുവന്റെ കയ്യിൽ നിന്നും ഒരു ലോട്ടറി വാങ്ങുകയും ചെയ്യുന്നു. പിന്നീട് മറ്റു ലോട്ടറികൾ നോക്കാനെന്ന വ്യാജേന കൈവശം വെക്കുന്നു. കയ്യിലുണ്ടായിരുന്ന 60 ടിക്കറ്റിലാണ് കുഞ്ഞുവന്റെ കയ്യിലുണ്ടായിരുന്നത്. ഈ 60 ടിക്കറ്റുകളും കൈവശമാകുന്നു. പിന്നീട് കയ്യിലുണ്ടായിരുന്ന 59 ടിക്കറ്റുകളുടെ ഒരു ബണ്ടിലുണ്ട്. അത് കുഞ്ഞുവന്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുന്നു. അത് കാലാവധി കഴിഞ്ഞ ടിക്കറ്റുകളാണ്. 60 എണ്ണവും കാലാവധി കഴിഞ്ഞതാണ്. അത് കുഞ്ഞുവനെ ഏൽപ്പിക്കുന്നു. പിന്നീട് വൈകുന്നേരത്തോടു കൂടിയാണ് കുഞ്ഞുമകൻ ഈ തട്ടിപ്പ് തിരിച്ചറിയുന്നത്. 60 ടിക്കറ്റുകളും കാലാവധി കഴിഞ്ഞ ടിക്കറ്റുകളാണ് എന്നറിയുന്നത്. എന്തായാലും ഈ തട്ടിപ്പ് നടത്തിയ ആളെ ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. സമീപത്തെ CCTV-കളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ ഉണ്ടെങ്കിൽ CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവിടാനും പോലീസ് തയ്യാറാണ്. എന്തായാലും നിലവിൽ അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. കുഞ്ഞുമോൻ പോലീസിൽ രേഖാമൂലം പരാതിയും നൽകിയിട്ടുണ്ട്. ശരി, എന്തൊക്കെ തരം മനുഷ്യരാണ്? എന്തായാലും ആ പ്രതിയെ ഉടൻ തന്നെ പിടികൂടാനാകട്ടെ. ആ കുഞ്ഞുമോൻ ചേട്ടന്റെയൊക്കെ വേദനകൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ. അശ്വിൻ പാലായിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.